പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ലോകത്തിലേറെ വിൽപ്പന നടത്തുകയും ഏറ്റവും അധികം ആളുകൾ വായിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ പറയാനുള്ളൂ: കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഒരുപക്ഷെ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിൽപ്പന നടത്തുകയും വായിക്കപ്പെടുകയും ചെയ്ത പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെയാണ്. ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസം, സോഷ്യലിസം, തൊഴിലാളി വർഗത്തിന്റെ കലയും ശാസ്ത്രവുമാകുന്ന മാർക്സിസം, ലെനിനിസം ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനമുന്നേറ്റം നടക്കുകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോക രാഷ്ട്രീയ രംഗത്ത് ആദ്യമായി അവതരിപ്പിക്കുന്നത് 1848 ഫെബ്രുവരി മാസം 21-ാം തീയതിയായിരുന്നു. അതിനും ഒരു ചരിത്രമുണ്ട്. നമുക്കറിയും, 1818 ജനിച്ച മാർക്സും 1820 ജനിച്ച ഫ്രെഡറിക് ഏംഗൽസും ജർമ്മൻ രാജ്യക്കാരായിരുന്നു. രണ്ടുപേരും യൗവനത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഒരേ ആശയം വച്ചു പുലർത്തിയിരുന്ന ഒരേ തൂവൽ പക്ഷികളായിരുന്നു. 1845 കൂടിയാണ് ഈ ചുവന്ന നക്ഷത്രങ്ങൾ പരസ്പരം കാണുന്നത്. 1845 ഇവര് പരസ്പരം കാണുകയും ആശയവിനിമയം നടത്തുകയും ഏംഗൽസ് രണ്ടാമത്തെ പ്രാവശ്യം മാർക്സിനെ കാണുമ്പോൾ 10 ദിവസമാണ് ഒരുമിച്ച് താമസിച്ചത്. ഇതെല്ലാം നടക്കുമ്പോൾ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൽ തന്നെ മറ്റൊരു പ്രസ്ഥാനം വളരെ സജീവമായി നിലകൊള്ളുകയായിരുന്നു. ആ പ്രസ്ഥാനമാണ് നീതിമാന്മാരുടെ ലീഗ് ഓഫ് ജസ്റ്റിസ്. അതിനും അതിൻ്റെതായ ചരിത്രമുണ്ട്. ഈ ചരിത്രമെല്ലാം ഒന്നിനൊന്ന് ചേർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് പറയാതെ പോകാൻ പറ്റില്ല. 1833 ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ തൊഴിലാളികളുടെ അത്യുജ്വലമായ സമരങ്ങൾ അരങ്ങേറിയത്. ആ സമരത്തെ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അന്നത്തെ ഭരണാധികാരി വർഗം നിർവഹിച്ചത്. എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള സമരങ്ങൾ മേലാൽ ആ രാജ്യത്ത് അരങ്ങേറിക്കൂടാ, നടത്തിക്കൂടാ എന്നുള്ള നിരോധന ഉത്തരവും കൊടുത്തു. ഐസക് ന്യൂട്ടന്റെ തിയറി അനുസരിച്ച് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ പറയുന്നത്. ഓരോ പ്രവൃത്തിക്കും തത്തുല്യവും വിപരീതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്നത്. അടിച്ചമർത്തപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ഫിനിക്സ് പക്ഷിയെ പോലെ ഉദിച്ചു വരും എന്ന് നമ്മൾ പ്രസംഗിക്കുന്നതും ആ സിദ്ധാന്തം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1834 അടുത്ത വർഷം തന്നെ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ ലീഗ് ഓഫ് ബേൺസ്, നിരോധിക്കപ്പെട്ടവരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊള്ളുകയാണ്. എല്ലാ തരത്തിലുള്ള നിരോധനങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ലീഗ് ഓഫ് ബേൺസ് പ്രവർത്തിക്കുന്നു. ബാൻ ചെയ്യുക, നിരോധിക്കുക എന്നില്ലേ. പക്ഷെ അതിന് ആയുസില്ലായിരുന്നു. 1840 ആയപ്പോൾ അതിന്റെ ആ സംഘടന അങ്ങ് പൊഴിഞ്ഞു പോവുകയാണ്, ഇല്ലാതാവുകയാണ്. എന്നാൽ അതിനിടയ്ക്ക് 1836 അതിൽ നിന്ന് ഒരു വിഭാഗം, ആരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല, കൂടുതൽ വായനയ്ക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവസാനം പറയാൻ കഴിയും, അതെടുത്തു വെച്ച് വായിക്കുക. 1836 ആയപ്പോഴേക്കും അതിൽ നിന്ന് ഒരു വിഭാഗം പിരിഞ്ഞു പോവുകയും അവര് ലീഗ് ഓഫ് ജസ്റ്റ്, നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു.
1845 മാർക്സും ഏംഗൽസും പരസ്പരം കാണുമ്പോൾ അവരുടെ ചർച്ചയ്ക്ക് വിഷയമായ ഒരു വിഷയം നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയെ പറ്റിയുള്ള ചർച്ചയായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ യൂണിറ്റുകളുണ്ട്, നന്നായി പ്രവർത്തനം നടക്കുന്നു. അങ്ങനെയാണ് അതിനു മുമ്പ് തന്നെ ഇവര് ഈ നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനാ നേതാവുമായി ആശയവിനിമയം നടത്തുന്നു. ഇവരെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇവർ നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയിൽ 1847 നവംബർ മാസമാകുമ്പോൾ പങ്കെടുക്കുന്നു. ആ നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു അഴകുഴമ്പൻ രാഷ്ട്രീയവാദത്തിൽ അധിഷ്ഠിതമായൊരു മുദ്രാവാക്യം, ലോകത്തിലെല്ലാവരും സഹോദരന്മാരാണ്. അതാണ് മുദ്രാവാക്യം. അപ്പൊ ഇവരതിൽ പങ്കെടുത്ത് ഓരോന്നോരോന്നായി ഇങ്ങനെ ചോദിക്കുക, എന്താ നിങ്ങളുടെ ലക്ഷ്യം? അത് ലോകത്തിലെ ജനങ്ങളെല്ലാം സഹോദരന്മാരാണ്, എല്ലാവരും നന്നായി ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ജനങ്ങളെല്ലാം സഹോദരന്മാരാണ്, എല്ലാവരും നന്നായി ജീവിക്കണം എന്നവർ വിശദീകരിക്കുമ്പോൾ ഇവർ ഇടപെട്ട് ചോദിക്കുക, ഈ ജനങ്ങളെല്ലാം ഒരുപോലെയാണോ? അപ്പോഴാണ് അവരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ശരിയാണല്ലോ, അങ്ങനെയല്ലല്ലോ. അതിൽ പണക്കാരുണ്ട്, സമ്പന്നരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ മാർക്സും ഏംഗൽസും കൂടെ വീണ്ടും അന്വേഷിക്കുക, നിങ്ങൾ ആരുടെ കൂടെ? ഈ സമ്പന്നന്മാരുടെ കൂടെയാണോ പാവപ്പെട്ടവന്റെ കൂടെയാണോ? അങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ടവന്റെ കൂടെയാണ്. പാവപ്പെട്ടവനെന്ന് പറഞ്ഞാൽ തൊഴിലാളിയുടെ കൂടെയാണ്, തൊഴിലാളി വർഗത്തിന്റെ കൂടെയാണ്. അങ്ങനെ അവരുയർത്തിയിരുന്ന ലോകത്തിലെ ജനങ്ങളെല്ലാം സഹോദരന്മാരാണ്, എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ ഉയർത്തിയിരുന്ന അരാഷ്ട്രീയവാദത്തിന് അടിസ്ഥിതമായ മുദ്രാവാക്യം മാറ്റി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രോളറ്റേറിയറ്റിന്റെ, തൊഴിലാളി വർഗത്തിന്റെ പുരോഗതി എന്നായി തീരുകയാണ്. അടുത്ത ചർച്ച അവർ കൊണ്ടുവരുന്ന എന്താന്ന് വെച്ചാൽ, ഇതിന്റെ പേരെന്താകണം? അവരുടെ സംഘടനയുടെ പേര് നീതിമാന്മാരുടെ ലീഗ്. അതിന്റെ ഇടയ്ക്ക് തന്നെ മാർക്സും ഏംഗൽസും മറ്റൊരു സൂത്രം ഉണ്ടാക്കി വെച്ചിരുന്നു, കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസ്. അവർക്ക് കറസ്പോണ്ടൻസ് നടത്താൻ, ആശയവിനിമയം നടത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഘടന വേറെ 2-3 ആളെ കൂടെയൊക്കെ അവർ ചേർത്ത് വെച്ചിരുന്നു. അപ്പോ പേരിനെ പറ്റിയുള്ള ചർച്ച വരുമ്പോൾ എന്താ ഈ പേരിങ്ങനെ? ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസ് ഉണ്ട്, നിങ്ങളുടേത് നീതിമാന്മാരുടെ ലീഗ്. ഇത് രണ്ടും രണ്ടായി നിൽക്കണ്ടല്ലോ, ഒന്നായി നിന്നാ പോരെ. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, പുതിയ പേരിനെ പറ്റി ആലോചിക്കുകയും അവസാനം നീതിമാന്മാരുടെ ലീഗും കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസും കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. അപ്പൊ പിന്നത്തെ പരിപാടി എന്തായി? അപ്പൊ ലക്ഷ്യമായി, പിന്നെന്തായി? പേരുമായി. ഇനി ഇതിനൊരു പ്രകടന പത്രിക വേണ്ടേ? വ്യക്തമായ ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാം വേണം. ഇതാര് തയ്യാറാക്കും? ഇത് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വവും അവര് മാർക്സിനെയും ഏംഗൽസിനെയും ചുമതലപ്പെടുത്തുകയാണ്. 1847 നവംബർ മാസം മാർക്സും ഏംഗൽസും അത് തയ്യാറാക്കുന്നു. മാർക്സാണ് എഴുതാമെന്ന് ഏറ്റുകൊണ്ട് പോയത്. പക്ഷേ മാർക്സിന്റെ തിരക്കും ജീവിത ശൈലിയും രീതിയുമെല്ലാം നന്നായി അറിയാവുന്നത് കൊണ്ട് ഏംഗൽസ് മറ്റൊരു കുറിപ്പ് കൂടെ തയ്യാറാക്കുകയായിരുന്നു. പക്ഷേ അടുത്തവർ കാണുമ്പോൾ മാർക്സ് ഒരു കുറിപ്പുമായി വരികയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് ലീഗിന് വേണ്ടി അവർ തയ്യാറാക്കിയ മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് ലീഗിന് വേണ്ടി തയ്യാറാക്കിയ മാനിഫെസ്റ്റോ ആയതുകൊണ്ട് അതിനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണ് മാർക്സും ഏംഗൽസ് വിളിച്ചത്. അപ്പൊ ഏംഗൽസ് തയ്യാറാക്കിയതോ? ഏംഗൽസ് തയ്യാറാക്കിയ ഒരു കുറിപ്പില്ലേ, എന്താണ് തൊഴിലാളിയുടെ പുരോഗതി എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ മൂലതത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു കുറിപ്പാണ് ഏംഗൽസ് തയ്യാറാക്കിയിരുന്നത്. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ.
അപ്പോൾ അങ്ങനെ മാർക്സും ഏംഗൽസും കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് ലീഗിന് വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്റാണ്, പ്രകടന പത്രികയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 1818 ജനിച്ച മാർക്സ് 1883 മരിച്ചു. ഏംഗൽസ് പിന്നെയും ജീവിച്ചു. ഏംഗൽസ് 1895 മരിച്ചത്. വീണ്ടും ഒരു വേഴവട്ടം, ഒരു 12 വർഷക്കാലം ആര് ജീവിക്കുകയാണ്? ഏംഗൽസ് ജീവിക്കുകയാണ്. ആ മാർക്സിന്റെ മരണത്തിന് ശേഷം ഏംഗൽസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് 1888 ഇംഗ്ലീഷ് പതിപ്പിനുള്ള ഒരു മുഖവുര എഴുതിയിരുന്നു. ആ മുഖവുരയിൽ 1-2 കാര്യങ്ങൾ ഏംഗൽസ് വളരെ വ്യക്തമായും പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, 1848 ജനുവരി മാസം ഇത് അവിടെ കൊടുക്കുന്നു, കമ്മ്യൂണിസ്റ്റ് ലീഗിന് സമർപ്പിക്കുന്നു. 1848 ഫെബ്രുവരി മാസം 21 റെഡ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രസാധക സംഘം ഇത് അച്ചടിച്ചിറക്കുകയാണ്. അതിന്റെ ഓർമ്മ എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ ലോകത്തെമ്പാടും, ഇന്ത്യയിലടക്കം 2000 മുതൽ ഫെബ്രുവരി മാസം 21 റെഡ് ബുക്ക് ഡേ എന്ന പേരിൽ ആചരിച്ചു വരുന്നത്. 1888 ഇംഗ്ലീഷ് പതിപ്പിനുള്ള മുഖവുരയിൽ ഏംഗൽസ് എഴുതിയിരുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പേരിട്ടത്? അന്ന് കമ്മ്യൂണിസം ഒന്നും ഇല്ലല്ലോ. ആദ്യമായി ലോക രാഷ്ട്രീയ രംഗത്ത് കമ്മ്യൂണിസം എന്ന് പദം വരികയല്ലേ. അപ്പൊ അതിനു മുമ്പ് ഇന്ന് നമുക്കറിയാലോ, ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം കഴിഞ്ഞിട്ടുള്ളൊരു വ്യവസ്ഥയല്ലേ. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ ചവിട്ടുപടി എന്ന് പറഞ്ഞാൽ സോഷ്യലിസം അല്ലേ. എങ്കിലും മാർക്സും ഏംഗൽസും ഇതിന് ഇട്ട പേര് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് സ്വീകരിക്കേണ്ടി വന്നത് എന്ന് ഏംഗൽസ് പറയുന്നുണ്ട് ഈ മുഖവരിയിൽ. ഏംഗൽസ് പറയുന്നത് എന്താ? ഏംഗൽസ് പറയുന്നു, 1847 സോഷ്യലിസ്റ്റുകാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവർ 2 തരക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ, 1847 ഈ സോഷ്യലിസം എന്ന് പറയുന്ന പദം സാർവത്രികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സമത്വം, സോഷ്യലിസം. പക്ഷെ അവരുയർത്തിയ സോഷ്യലിസത്തോടും 1847 ഈ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രങ്ങളിൽ ഉയർന്നു വന്ന സോഷ്യലിസത്തിനോടും മാർക്സിനും ഏംഗൽസും യാതൊരു യോജിപ്പില്ലായിരുന്നു. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സാങ്കല്പികമാണ്, ഉട്ടോപ്പിയനാണ്. ഏംഗൽസിന്റെ ഏറ്റവും പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് സോഷ്യലിസം, സാങ്കല്പികവും ശാസ്ത്രീയവും. എടുത്തു വെച്ച് വായിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏംഗൽസ് പറഞ്ഞത്, ഈ സോഷ്യലിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അന്ന് 2 വിഭാഗക്കാരുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് വിവിധ തരത്തിലുള്ള സാങ്കല്പിക സിദ്ധാന്തക്കാർ പറയാ. ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിലെ ഓവൻ പക്ഷക്കാർ, ഓവൻ സോഷ്യലിസം പറഞ്ഞു വരാം, അത് യുട്ടോപ്പിയൻ സോഷ്യലിസം ആയിരുന്നു. മറ്റൊന്ന് ഫ്രാൻസിലെ സോഷ്യലിസ്റ്റുവാദികളും. മറുവശത്താണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത സാമൂഹ്യ മുറിവൈദ്യന്മാർ, മുടക്കുമുതലിനും ലാഭത്തിനും ഹാനി തട്ടിക്കാതെ എല്ലാത്തരം കുരുട്ടുവിദ്യകളും പ്രയോഗിച്ചുകൊണ്ട് സർവ്വവിധ സാമൂഹ്യ പീഡകളും ക്ഷമിപ്പിക്കാമെന്ന് പറയുന്നവരാണ് ഈ കൂട്ടർ, ഈ സാങ്കല്പിക സോഷ്യലിസത്തിന്റെ ആളുകൾ. ഇരുകൂട്ടരും തൊഴിലാളി വർഗത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ സാങ്കല്പിക സോഷ്യലിസം വന്ന് ഫ്രാൻസിലും അതുപോലെ ജർമ്മനിയിലും വിവിധ ധാരകൾ എന്ന നിലയ്ക്ക് പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് മാർക്സും ഏംഗൽസും അവര് തയ്യാറാക്കിയ പുസ്തകത്തിന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പേരിട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഈ പുസ്തകം ചെറിയ ഒരു പുസ്തകമില്ല, എല്ലാം കൂടെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ആമുഖങ്ങളെല്ലാം കൂടെ ചേർത്ത് നോക്കിയാൽ തന്നെ ഇരിക്കുന്ന എന്താന്ന് വെച്ചാൽ എത്ര പേജ്? 71 പേജ്. ആ 71 പേജിൽ ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ
തുടങ്ങുന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് 32, ഏകദേശം ഒരു 40 പേജ് അടങ്ങുന്ന പുസ്തകമാണ്. അതിൽ ഫുട് നോട്ടും എല്ലാം ഉണ്ട്. അതെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സും ഏംഗൽസും എഴുതി തയ്യാറാക്കിയ മാനിഫെസ്റ്റോ അവരുടെ ശൈശവ ദശയിൽ, യൗവന കാലഘട്ടത്തിൽ എഴുതി ചേർന്ന ഈ മാനിഫെസ്റ്റോ ഇന്നും ലോകത്തിലെ തൊഴിലാളി വർഗത്തിന്റെ കലയും ശാസ്ത്രവും എന്ന് പറയുന്ന മാർക്സിസം ലെനിനിസത്തിന്റെ ഉൾക്കാമ്പായി നിൽക്കുന്നു എന്നതാണ് വസ്തുത. ഈ മാനിഫെസ്റ്റോ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയതാണെന്നിരിക്കെ ഇതിന്റെ ഉൾക്കാമ്പായി നിൽക്കുന്ന മൗലിക സിദ്ധാന്തം മാർക്സിന്റേതാണെന്നുള്ള വസ്തുത ഇവിടെ പ്രസ്താവിക്കേണ്ടത് എന്റെ കർത്തവ്യമായി ഞാൻ കരുതുന്നു. മാർക്സിന്റെ ഏംഗൽസിന്റെയും സൗഹൃദത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സഖാവെന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ മാർക്സിനെ ഏംഗൽസിനെ കാണൂ, അവരുടെ ജീവിതം പഠിക്കൂ എന്ന് പറയുക എന്നതാണ് ഏറ്റവും ഉത്തമം. കണ്ടില്ലേ ഏംഗൽസിന്റെ ഇവിടെ മൗലികമായ സിദ്ധാന്തം മാർക്സിന്റേതാണ് എന്ന വസ്തുത ഇവിടെ പ്രസ്താവിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. 1883 മാർക്സ് മരിച്ചതിന് ശേഷം 1888 ഇംഗ്ലീഷ് പതിപ്പിന് ഏംഗൽസ് എഴുതിയ ആമുഖത്തിലാണ് ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാർക്സ് എന്താ പറഞ്ഞേ? മാർക്സ് ജീവിച്ചിരിക്കുന്നതുവരെ പറഞ്ഞു, ഈ മൗലികമായ സിദ്ധാന്തത്തിൽ എന്റെ സംഭാവനയോടൊപ്പം തന്നെ ഏംഗൽസിന്റെയും സംഭാവനയുണ്ട്, ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് ചേർത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഏംഗൽസ് പറയുന്നതാ, ഞാൻ വെറും ഒരു പിന്നണി പാട്ടുകാരനായിരുന്നു എന്നാണ്. എനിക്ക് മൗലികമായി ഇതിലൊരു സംഭാവനയില്ല. ഞാൻ വെറും പിന്നണി പാട്ടുകാരൻ, മാർക്സിന്റെ പിന്നിൽ നിന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പിന്നണി പാട്ടുകാരനായിരുന്നു ഞാൻ എന്നാണ് ഏംഗൽസ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്. അതിന്റെ മൊത്തം കൊട്ടേഷന് ഞാൻ വായിക്കണം എന്ന് കരുതുന്നില്ല. അപ്പൊ ആ തരത്തിലാണ് മാർക്സും ഏംഗൽസും ഈ പുസ്തകം തയ്യാറാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ 1-2 കാര്യങ്ങൾ അവർ വളരെ അസന്ദിഗ്ധമായി പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാൽ, മുമ്പുള്ളവർ തയ്യാർ ചെയ്തു വച്ചിട്ടുള്ള ഭരണകൂടം വെറുതെ അങ്ങ് കൈവശപ്പെടുത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ അതേപടി ഉപയോഗിക്കുവാൻ തൊഴിലാളി വർഗത്തിന് സാധ്യമല്ല. 1871 പാരീസ് കമ്മ്യൂൺ വരികയല്ലേ, മാർക്സും ഏംഗൽസും ജീവിച്ചിരിക്കുകയല്ലേ. 1883 മാർക്സ് മരിക്കുന്നുള്ളൂ. ആ പാരീസ് കമ്മ്യൂൺ തൊഴിലാളി വർഗം പിരിച്ചെടുത്ത് ഫ്രാൻസിലെ തൊഴിലാളികൾ സമരം ചെയ്ത് ആ പാരീസ് എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുത്ത് അവിടെ തൊഴിലാളി വർഗത്തിൻ്റെതാകുന്ന ഭരണം കമ്മ്യൂൺ സ്ഥാപിക്കുകയാണ്. പക്ഷെ അതിന്റെ ആയുസ് എത്രയായിരുന്നു? അതിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ വെറും 72 ദിവസം. അതിൽ നിന്ന് മാർക്സും ഏംഗൽസും ഒരു പാഠം പഠിച്ചു. ആ പാഠമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുമ്പുള്ളവർ തയ്യാർ ചെയ്തു വച്ചിട്ടുള്ള ഭരണകൂടം വെറുതെ അങ്ങ് കൈവശപ്പെടുത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ അതേപടി ഉപയോഗിക്കുവാൻ തൊഴിലാളി വർഗത്തിന് സാധ്യമല്ല. അതിനെ മാറ്റണം, മറിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഈ മാനിഫെസ്റ്റോ ചരിത്രപ്രധാനമായൊരു രേഖയായി തീർന്നിട്ടുണ്ട്. മാർക്സും ഏംഗൽസും 1848 ഇത് തയ്യാർ ചെയ്തത് എങ്കിലും ഇന്നിപ്പോ 2026 ഫെബ്രുവരി മാസം 21, വർഷം എത്രയായി? വർഷം നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ആ മാനിഫെസ്റ്റോയിൽ ആർക്കും ഒരു മാറ്റവും വരുത്താൻ കഴിയുന്നതുമല്ല. എന്തുകൊണ്ടെന്നാണ് പറയുന്നത്? ഈ മാനിഫെസ്റ്റോ ചരിത്രപ്രധാനമായ ഒരു രേഖയായി തീർന്നിട്ടുണ്ട്. അതിനെ മാറ്റാൻ ഞങ്ങൾക്ക് ഇനിമേൽ ഏതൊരവകാശവുമില്ല. അതൊരു ഭൗതിക ആശയമായി മാറി, അതൊരു ശക്തിയായി മാറി. ആ ഭൗതിക ആശയത്തെ ഭൗതിക ശക്തിയായി മാറിയ ഈ ആശയങ്ങളെ മാറ്റിമറിക്കാൻ ഇന്ന് ആർക്കും കഴിയുന്നതല്ല എന്ന് അന്ന് തന്നെ അവര് പറഞ്ഞു വെച്ചതാണ്. ഈ പുസ്തകം മാർക്സും ഏംഗൽസും തയ്യാറാക്കിയിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഞാൻ പറഞ്ഞല്ലോ, അക്കാഡമിക് തലത്തിൽ പറയുന്നത് പോലെ പുസ്തകത്തിന്റെ മഹത്വം ഇങ്ങനെ
നല്ല സൗന്ദര്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഇല്ലാത്തതായി ഒന്നുമില്ല ഇന്ന്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ ആമുഖം എന്ന് വിളിക്കാൻ കഴിയുന്ന ബൂർഷകളും തൊഴിലാളി എന്ന 1-ാം അധ്യായത്തിന്റെ മുൻപായി കൊടുത്തിരിക്കുന്ന ഒരു ഖണ്ഡിക, അതിൽ പറയുന്നെന്താ? യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം. ഇന്ന് ലോക രാഷ്ട്രീയ രംഗത്ത് ട്രംപിനെ പോലുള്ള ആളുകൾ, ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾ ഈ ആശയത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. 1847 മാർക്സും എംഗൽസും ഇത് എഴുതുമ്പോൾ തന്നെ പറഞ്ഞത് യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? പ്രതിലോമ ശക്തികൾ, വലതുപക്ഷ ശക്തികൾ ഈ ആശയത്തെ അന്ന് തന്നെ ഞെരിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരുന്നു. ഈ ഭൂതത്തിന്റെ ബാധ ഒഴിക്കാൻ വേണ്ടി പഴയ യൂറോപ്പിന്റെ ശക്തികളെല്ലാം എന്ന് പറഞ്ഞ് മാർക്സും എംഗൽസും അത് പറയുക. ആരൊക്കെയാ? പോപ്പ്, സർ ചക്രവർത്തി, മെറ്റർനിക്, ഗിസോവ്, ഫ്രഞ്ച് റാഡിക്കൽ കക്ഷിക്കാർ, അന്നത്തെ പ്രതിലോമ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്ന് ഈ പുത്തനാശയത്തെ തല്ലി തകർക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് ഒരു കാര്യം മാർക്സും എംഗൽസും അങ്ങനെ ഒരു അനുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് എത്തുകയാണ്. എന്താ അവർ പറഞ്ഞത്? കമ്മ്യൂണിസത്തെ ഒരു ശക്തിയാണെന്ന് യൂറോപ്പിലെ എല്ലാ ശക്തികളും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം എന്ന് എതിരാളികൾ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ ഉള്ളത്? അവരുടെ മനസ്സിൽ കമ്മ്യൂണിസത്തെ സംബന്ധിക്കുന്ന എന്തെന്നില്ലാത്ത ഭയാശങ്കകൾ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസം ഒരു ശക്തിയാണെന്ന് യൂറോപ്പിലെ എല്ലാ വലതുപക്ഷ ശക്തികളും പ്രതിലോമ ശക്തികളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ, പ്രസ്താവന കൊടുക്കാൻ മാർക്സും എംഗൽസും തയ്യാറായത്. പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ അഭിപ്രായങ്ങളും ലക്ഷ്യങ്ങളും ആശയഗതികളും പരസ്യമായി ലോകസമക്ഷം പ്രഖ്യാപിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഭൂതത്തെ കുറിച്ചുള്ള ഈ മുത്തശ്ശി കഥയെ പാർട്ടിയുടെ സ്വതന്ത്രമായൊരു മാനിഫെസ്റ്റോ വഴി നേരിടുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ വലതുപക്ഷ ശക്തികളെ ഉന്മൂലനം ചെയ്യണം, ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് കെട്ടിക്കണം. അതിനെന്ത് വേണം? അതിന് സ്വന്തമായൊരു മാനിഫെസ്റ്റോ വഴി അതിനെ നേരിടാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്, ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗരേഖയാണ് മാർക്സും എംഗൽസും ഇതിലൂടെ നിർവഹിച്ചത് എന്ന് വളരെ സൂക്ഷ്മതയൊന്നും വേണ്ട, അല്ലാതെ നമുക്ക് പ്രകടമായി തന്നെ വായിച്ചു പോയാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിലെ 1-ാമത്തെ അധ്യായം ഞാൻ മുഴുവൻ പറയുന്നില്ല. ആ 1-ാമത്തെ അധ്യായത്തിലെ കണ്ടന്റൂടെ പറഞ്ഞു നിർത്താം എന്ന് കരുതിയാണ്. 1-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ബൂർഷകളും തൊഴിലാളികളും. നമുക്കറിയാലോ, 1991 നമ്മൾ ഒരിക്കലും തകരില്ല എന്ന് കരുതിയിരുന്ന സോവിയറ്റ് യൂണിയൻ തകർന്നത്. നമ്മൾ ഒരിക്കലും തകരില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അല്ലല്ലോ. 1917 നവംബർ മാസം 7 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു. 1949 ഒക്ടോബർ മാസം 1 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു. ഇതിനിടയിൽ വിയറ്റ്നാമുണ്ട്, കൊറിയയുണ്ട്. 59 ക്യൂബയിൽ വരുന്നു. ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയല്ലേ. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്നപ്പോ 1960 80 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സമ്മേളനം മോസ്കോയിൽ ചേരുന്നത്. പഴയ രേഖകളാണ്. മോസ്കോ പ്രഖ്യാപനം എന്ന പേരിൽ നമ്മുടെ കുറിപ്പ് അന്ന് തന്നെ അച്ചടിച്ചിറക്കിയിരുന്നു. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. ആ 81 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം സാർവദേശീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി അവസാനം സ്വീകരിച്ച രേഖയാണ് ആ മോസ്കോ പ്രഖ്യാപനം. അതിലൂടെ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ലോക രാഷ്ട്രീയ രംഗത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ പിന്നെ അതിന് പിന്നോട്ട് പോക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ?
പഠനത്തിന് ശേഷം തന്നെ. എങ്കിലും 17 വന്ന സോവിയറ്റ് യൂണിയൻ നിലനിൽക്കല്ലേ, 19ഓടുകൂടി സോവിയറ്റ് യൂണിയനായി. അതെങ്ങനെ നിലനിൽക്കല്ലേ? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെച്ചടി കയറി പോവേല്ലേ? ചൈന നിലനിൽക്കല്ലേ? ഇന്നലെ 59 ജനുവരി മാസം 1 വന്ന ക്യൂബ നിൽക്കുകയല്ലേ? വിയറ്റ്നാം നിൽക്കുകയല്ലേ? കൊറിയ നിൽക്കുകയല്ലേ? ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് 81 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ 1961 മോസ്കോയിൽ സമ്മേളിച്ചപ്പോൾ പറഞ്ഞു, കമ്മ്യൂണിസത്തിന് പുറകോട്ട് പോക്കില്ല. ആ നിഗമനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് 1991 ഏത് തകരുന്നത്? സോവിയറ്റ് യൂണിയൻ തകരുന്നത്. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം വിരളി പൂണ്ടില്ലേ? ഒരിക്കലും തകരില്ല എന്ന് പറഞ്ഞ, തകരില്ല എന്ന് ആര് പറഞ്ഞതാ? ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയിരിക്കുന്നു. വലതുപക്ഷ ബൂർഷ്വാ പണ്ഡിതന്മാർ അവർ പറഞ്ഞു ചരിത്രം അവസാനിച്ചിരിക്കുകയാണ്, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമില്ല എന്നവർ പറഞ്ഞില്ലേ? ആ കാലഘട്ടത്തിലാണ് 1992 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 14ാമത് കോൺഗ്രസ് ചെന്നൈയിൽ മദ്രാസിൽ ചേരുന്നത്. ആ പാർട്ടി കോൺഗ്രസ് സോവിയറ്റ് യൂണിയന്റെ പതനം ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുന്ന കോൺഗ്രസ് ആയിരുന്നില്ല. ആ പാർട്ടി കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട, ഒരു ദിവസത്തെ ചർച്ച എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു എന്നതായിരുന്നു. പ്രബന്ധം അവതരിപ്പിച്ചു, പേപ്പർ അവതരിപ്പിച്ചു. പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തു. എതിരാളികൾ പറയുന്നത് വരെ സോവിയറ്റ് യൂണിയൻ തകർന്നത് മാർക്സിസം ലെനിനിസം എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിന്റെ കലയ്ക്കും ശാസ്ത്രത്തിനും ഉണ്ടായ പിഴവാണോ? അതാണ് ചർച്ച. നമ്മൾ മാർക്സിസത്തെ പറ്റി പഠിപ്പിക്കുന്നത് എന്താ? നമ്മൾ മാർക്സിസത്തെ പറ്റി പഠിപ്പിക്കുന്നത് മാർക്സിസം സയൻസ് ആണ്. സയൻസിന് തകർച്ചയില്ല, അതിന് വളർച്ച മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ ചർച്ചയാണ് അവിടെ നടത്തിയത്. ചർച്ചകൾക്ക് ശേഷം CPIMന്റെ 14ാമത് കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ തകർന്നത് മാർക്സിസം ലെനിനിസത്തിന് വന്ന പിഴവ് കൊണ്ടല്ല, പിന്നെങ്ങനെ? മറിച്ച് അത് കൈകാര്യം ചെയ്തതിൽ വന്ന പിഴവ് കൊണ്ടാണ്. ആ പ്രമേയം അംഗീകരിച്ചു. ആ സ്പിരിറ്റിലാണ്, ആ ശരിയായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് CPIM നേതൃത്വം കൊടുത്തുകൊണ്ട് അടുത്ത വർഷം മെയ് മാസം 5 മുതൽ 8 വരെ കൽക്കട്ടയിൽ, ഇന്നത്തെ കൊൽക്കത്തയിൽ, ഒരു സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. ഇന്ത്യയിലെ CPI, CPM അടക്കം 19 21 രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പങ്കെടുത്തു. ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ കാഴ്ചപ്പാട്, വിലയിരുത്തൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തെ സംബന്ധിച്ച് അവതരിപ്പിച്ചു. അവസാന ഏകകണ്ഠമായി ഇന്ത്യയിലെ CPIM അംഗീകരിച്ച പ്രമേയം, സോവിയറ്റ് യൂണിയൻ തകർന്നത് മാർക്സിസം ലെനിനിസത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അത് കൈകാര്യം ചെയ്തതിൽ വന്ന പിഴവ് കൊണ്ടാണ് എന്നുള്ള പ്രമേയം അംഗീകരിച്ചു. അങ്ങനെയാണ് ലോകത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വീണ്ടെടുപ്പ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ബേസ് എന്താ? ഞാനത് പറയാൻ വേണ്ടിയാണ് അത്രയും ചരിത്രം പറഞ്ഞത്. ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറഞ്ഞാൽ വർഗ സമരം തന്നെയാണ്. മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ അതിലേറ്റവും സുപ്രധാനമായ സിദ്ധാന്തം എന്ന് പറയുന്നത് വർഗ സമര സിദ്ധാന്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്സ്, ഏംഗൽസ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങിയത്. ഒന്നാമത്തെ അധ്യായം എന്താ? ഒന്നാമത്തെ അധ്യായം ബൂർഷകളും തൊഴിലാളികളും. അതിലെ ഒന്നാമത്തെ വാക്യം, നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണ്. എന്ത് അർത്ഥവത്തായ! മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം എന്നുമെന്നും അന്വർത്ഥമായി നിലകൊള്ളുന്ന ഒരു വാക്യം, പ്രസ്താവനയാണിത്. നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണ്.
അതല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഏത് ഭാഗം എടുത്താലും, ഏത് രാജ്യമെടുത്താലും, ഏത് പ്രദേശമെടുത്താലും ജനങ്ങളിൽ വിപരീതങ്ങളുണ്ട്. തൊഴിലാളിയും മുതലാളിയുമുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനുമുണ്ട്, മർദ്ദകനും മർദ്ദിതനുമുണ്ട്, ചൂഷകനും ചൂഷിതനുമുണ്ട്. ഇവര് തമ്മിലുള്ള സമരം, അതാണ് ലോകത്തിന്റെ അടിത്തറയെന്ന് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് 1948 ജനുവരി ഫെബ്രുവരി മാസം 21 ഈ ഇറങ്ങിയ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മാർക്സും ഏംഗൽസുമാണ്. എല്ലാ കാലങ്ങളിലും വർഗങ്ങളുണ്ടായിരുന്നു. ഭൂതകാല ചരിത്രത്തിൽ പ്രാകൃത കമ്മ്യൂണിസം എന്നൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥിതിയിൽ വർഗങ്ങളില്ലായിരുന്നു. അതൊരു വർഗരഹിത സമൂഹമായിരുന്നു. ഇപ്പൊ ഭൂതകാല ചരിത്രത്തിൽ ഒരു വർഗരഹിത സമൂഹം നിലനിന്നിരുന്നത് പോലെ ഭാവിയിലും ഒരു വർഗരഹിത സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് മാർക്സ് ചില സന്ദർഭങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബൂർഷകളും തൊഴിലാളി എന്ന് പറയുന്ന അധ്യായത്തിൽ ഇന്നത്തെ ലോകം ചെന്നെത്തിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമുക്ക് കൃത്യമായി പറയാൻ കഴിയും എന്നതാണ് വസ്തുത. നമുക്കറിയാലോ, വർഗസമരങ്ങളുടെ ചരിത്രം എന്നല്ലേ. വർഗസമരങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മാർക്സ് പറഞ്ഞു, പഞ്ചഘട്ട സിദ്ധാന്തം പറഞ്ഞില്ലേ. എങ്ങനെ? പ്രാകൃത കമ്മ്യൂണിസം, പിന്നെ അടിമത്തം, ഫ്യൂഡലിസം, പിന്നെ മുതലാളിത്തം, അത് കഴിഞ്ഞ് സോഷ്യലിസം. ഇതെല്ലാം പറഞ്ഞു വെച്ചല്ലേ, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നില്ലേ. ഇതെല്ലാം യാഥാസ്ഥിതിക പഴഞ്ചൻ മാർക്സിസമാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ഇതൊന്നും ഒരിക്കലും പഴഞ്ചനാവില്ല. അതാണ് ടെറി ഈഗിൾട്ടൺ, വൈ മാർക്സ് വാസ് റൈറ്റ്, അദ്ദേഹത്തിന്റെ പുസ്തകമാണിത്. മാർക്സിന്റെ 200ാമത് ജന്മദിനം പ്രമാണിച്ച് ടെറി ഈഗിൾട്ടൺ എഴുതിയ പുസ്തകമാണ് വൈ മാർക്സ് വാസ് റൈറ്റ്, എന്തുകൊണ്ട് മാർക്സ് ശരിയായിരുന്നു. അപ്പൊ അതിൽ ടെറി ഈഗിൾട്ടൺ പറഞ്ഞു മാർക്സ് ശരിയായിരുന്നുവെന്ന്. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ വർഗസമര സിദ്ധാന്തത്തിന് ഒരിക്കലും നാശം സംഭവിക്കില്ല, ഒരിക്കലും നശിക്കില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിൽ ആദ്യത്തെ വാക്യം എന്താ? അതിൽ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ സംഗതി കുഴപ്പമാണ്. മാർക്സിസത്തിന് അവസാനമായി എന്നത് എല്ലായിടത്തെയും മാർക്സിസ്റ്റുകൾക്ക് കാതുകളിലൊരു സംഗീതമായി അനുഭവപ്പെടും. നോക്കണം, അർത്ഥം നോക്കണം. മാർക്സിസത്തിന് അവസാനമായി എന്നത് എല്ലായിടത്തെയും മാർക്സിസ്റ്റുകൾക്ക് കാതുകളിലൊരു സംഗീതമായി അനുഭവപ്പെടും. അപ്പൊ മാർക്സിസം ഇല്ലാതായി, അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷിക്കുന്നത് ആരായിരിക്കും എന്നാ പറയുന്നത്? മാർക്സിസ്റ്റുകളായിരിക്കുമെന്നാണ് ടെറി ഈഗിൾട്ടൺ പറയുന്നത്. എന്തുകൊണ്ട്? അതുകൂടെ പറഞ്ഞിന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എന്തുകൊണ്ട്? അങ്ങനൊരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വിപരീത വർഗങ്ങൾ എന്നും ഇവിടെ നിലനിൽക്കും. വിപരീത വർഗത്തിൽ ഒരു വിപരീതം എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലാളിയാണ്. മറ്റേ വിപരീതം മുതലാളിയാണ്. അപ്പോ ഈ വർഗസമരം ഇല്ലാതാകണമെങ്കിൽ ആരില്ലാതാകണം? മുതലാളി ഇല്ലാതായാൽ തൊഴിലാളികൾക്ക് വർഗസമരത്തിൽ ഇടപെടേണ്ടുന്ന കാര്യമില്ല. അങ്ങനെയാണ് ടെറി ഈഗിൾട്ടൺ അങ്ങനെ പറഞ്ഞത്. ഫ്യൂഡൽ സമൂഹത്തിന്റെ നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്നും മുളയെടുത്ത ഇന്നത്തെ ബൂർഷ്വാ സമൂഹം വർഗവൈരങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടില്ല. വർഗവ്യത്യാസങ്ങളെ ആർക്കില്ലാതാക്കാൻ കഴിയുന്നില്ല? മുതലാളിത്തത്തിന് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല, ബൂർഷ്വാസിക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഏത് നിലനിൽക്കും? വർഗസമരം നിലനിൽക്കും, വർഗസമരം വളരും. എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന് ഒരിക്കലും നാശമുണ്ടാവില്ല. ഏതുവരെ? മുതലാളി വർഗം നിലനിൽക്കുന്നതുവരെ തൊഴിലാളി വർഗത്തിന് ഒരിക്കലും നാശമുണ്ടാവില്ല എന്നതാണ് വസ്തുത. ഇന്ന് ഈ ഒരു പ്രസ്താവനയിലൂടെ ഈ പ്രഭാഷണം നിർത്താം എന്ന് കരുതിയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കിയെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ സഹാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെയും ഇതേ സമയം, ഇന്ന് ഒരു 5-10 മിനിറ്റ് ഞാൻ നേരത്തെ തുടങ്ങി 9:30 എന്ന് പറഞ്ഞെങ്കിലും 9:30 തുടങ്ങി ഒരു 10 മണിയോടുകൂടി നാളെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നാളെയും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും.